വീട്ടിൽ നട്ടു വളർത്തിയ ചന്ദനമരത്തിന്റെ പണം ലഭിക്കാത്തതിൽ മണ്ണാർക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി കർഷകൻ. അട്ടപ്പാടി സ്വദേശിയായ ബെന്നി ലൂക്കയാണ് പ്രതിഷേധവുമായി എത്തിയത്. 2025 മെയ്യിലാണ് ബെന്നി വീട്ടുവളപ്പിൽ നട്ടു വളർത്തിയ ചന്ദനമരം കാറ്റിൽ ഒടിഞ്ഞു വീണത്. വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അധികൃതരെത്തി മരം മുറിച്ചു കൊണ്ടുപോയി. ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് 6 മാസത്തിനു മേലെയായിട്ടും പണം കിട്ടിയിട്ടില്ല. ബെന്നിയുടെ പ്രതികരണത്തിലേക്ക്. ചന്ദനമരം ഉണ്ടായിരുന്നു, അത് കാറ്റിൽ വീണപ്പം കൽക്കണ്ടി റേഞ്ച് ഓഫീസിൽ വന്നിട്ട് റേഞ്ച് ഓഫീസറുടെ അടുത്ത് പറഞ്ഞപ്പം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉടനെ ഡെപ്യൂട്ടി റേഞ്ചറെ വിളിച്ചിട്ട് ഇത് ഉടനടി മുറിച്ച് ഡിപ്പോയിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ നികുതി അടച്ച റെസീറ്റ്, ആധാരത്തിൻ്റെ കോപ്പി, ലൊക്കേഷൻ മാപ്പ്, 200 രൂപയുടെ പേപ്പർ, ഇതെല്ലാം ഹാജരാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഹാജരാക്കി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തഹസീൽദാർ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളതിൻ്റെ രേഖ റിപ്പോർട്ട്, തഹസീൽദാർ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അതും ഞാൻ നടന്ന് മേടിച്ചു കൊടുത്തു. 1 വർഷം കഴിഞ്ഞു, ഇതിനൊരു നടപടി ആയിട്ടില്ല. ഞാൻ ഇവിടെ നടന്ന് മടുത്തു. ഞാൻ എല്ലാ ഫയലുകളും ഇവർ ചോദിച്ചെല്ലാം കൊടുത്തത്, എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. 1 വർഷം കഴിഞ്ഞു. ഞാൻ ചത്തിട്ട് എനിക്ക് എന്തിനാ നീതി? എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടേ കിട്ടാൻ. എല്ലാ നിയമങ്ങളും പാലിച്ച് വനം വകുപ്പിൽ നിന്ന് നീതി കാത്ത് അത് കിട്ടാതെ വന്നപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു കർഷകന്റെ രോദനമാണ് കേട്ടത്. 1 കിലോ ചന്ദനത്തടിക്ക് ഏതാണ്ട് 7000 രൂപ മുതൽ 17000 രൂപ വരെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വിലയുണ്ടെന്നാണ് എൻ്റെ ഊഹം. പക്ഷേ നമ്മൾ ചെന്ന് ഒരു ചെറിയ ചന്ദനമുട്ടി വാങ്ങാൻ ഒന്ന് വില ചോദിക്കുമ്പോൾ അറിയാം അതിന് 20,000, 25,000, 30,000 രൂപ വരെയാണ് ചോദിക്കുന്നത്. പ്രിയ ഇളവള്ളി മഠം വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. പ്രിയ, ഇന്നലത്തെ ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് ശേഷം എന്തെങ്കിലും അനക്കം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? PJ, ഇന്നലെയാണ് മണ്ണാർക്കാട് DFO ഓഫീസിന് മുന്നിൽ ബെന്നി ലൂക്ക എന്ന കർഷകൻ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ആത്മഹത്യാ ഭീഷണിയുമായി അദ്ദേഹം കുറേ നേരം ഇരുന്നു. അപ്പോൾ അവിടെ DFO ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അവധിയിലായിരുന്നു. അപ്പോൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ DFOയെ ഫോണിൽ വിളിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. DFO നേരിട്ട് ബെന്നിയുമായി സംസാരിക്കുന്നു. ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, 1 മാസത്തിനകം ഒരു തീരുമാനം ഉണ്ടാക്കി തരാം എന്നാണ് DFO ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ 1 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. 2025 മെയ്യിലാണ് കാറ്റിലും മഴയിലും പെട്ട് ഇദ്ദേഹം വളർത്തിയിരുന്ന ഈ 25 വർഷത്തെ പഴക്കമുള്ള ഒരു ചന്ദനമരം കാറ്റിൽ വീഴുന്നത്. അന്ന് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി ആവശ്യമായ രേഖകൾ കൊടുത്തു. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് 5 പൈസ കിട്ടിയിട്ടില്ല. വനവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഏതാണ്ട് 1.5 കോടി രൂപയുടെ വില മതിക്കുന്ന ഒരു ചന്ദനമരമാണ്. 350-ലേറെ കിലോ ഭാരം ഇതിനുണ്ട്, തൂക്കമുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പ്രാഥമിക പരിശോധനയിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത് ഇത് മറയൂരിലെ സർക്കാർ ഫാക്ടറിയിൽ എത്തിക്കണം, കാറ്റഗറി തിരിക്കണം, അതിനുശേഷം മാത്രമേ വില നിർണ്ണയിക്കാനാകൂ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന്, അതായത് മണ്ണാർക്കാട് നിന്ന് ഇത് മറയൂരിലേക്ക് എത്തിക്കണമെങ്കിൽ പാസ് കൊടുക്കണം. അത് DFO ആണ് കൊടുക്കേണ്ടത്. DFO ഇതുവരെ പല കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാണ് ഈ കർഷകന്റെ പരാതി. ഇദ്ദേഹം വൻകിട കർഷകനൊന്നുമല്ല, അട്ടപ്പാടിയിലെ ഒരു ചെറുകിട കർഷകനാണ്. വളരെ സാധാരണ കുടുംബമാണ്. ഇങ്ങനെ കിട്ടുന്ന ഒരു തുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ഉപകാരമാകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം 1-2 തവണയല്ല അദ്ദേഹം അട്ടപ്പാടിയിൽ നിന്നും താഴെ മണ്ണാർക്കാട് എത്തുന്നത്. അവിടെ പല ഉദ്യോഗസ്ഥരെയും കാണുന്നു, ഒരു അനക്കവുമില്ല. കാരണം വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു കാര്യത്തിനാണ് ഒരു സാധാരണക്കാരനെ ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർ വട്ടം ചുറ്റിക്കുന്നത് എന്നതാണ് ഏറ്റവും കഷ്ടകരമായ അവസ്ഥ. PJ, അതേ പ്രിയ, ഇപ്പോൾ 350 കിലോ എന്നാണ് പ്രിയ പറഞ്ഞത് ആ തടിയുടെ തൂക്കം. അതിൻ്റെ കാതൽ മൂല്യം അതിൻ്റെ ഒരു 70% കൂട്ടിയാൽ പോലും എനിക്ക് തോന്നുന്നു, പെട്ടെന്ന് മനക്കണക്ക് പറഞ്ഞാണ്, ഏറ്റവും മിനിമം ഒരു 20 ലക്ഷം രൂപയെങ്കിലും വിലയുള്ള ഒരു തടി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ചന്ദനമരം വളർന്നു വരുന്ന സമയത്ത് അദ്ദേഹം സ്വപ്നമായി കണ്ടതാണ്, കാറ്റത്ത് വീണു. അദ്ദേഹം നേരെ മാന്യമായി അത് നിയമപരമായി വനം വകുപ്പിനെ ഏൽപ്പിച്ചു. അതിനുശേഷം 1 വർഷമായി ഇപ്പോൾ കയറി ഇറങ്ങി നടക്കുകയാണ്. പലർക്കും സംശയം തോന്നും, ചന്ദനമരം മുറിച്ചു മാറ്റാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. നേരത്തെ ഈ KSCB അനുമതിയില്ലാതെ പലരുടെയും വീട്ടിൽ കയറി മരം വെട്ടിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ഇതിലുള്ള യഥാർത്ഥ നിയമവശം എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാം, എന്താണ് ഇതിൻ്റെ നിയമവശം എന്നുള്ളത്. ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് ചന്ദനമരം വളർത്താമോ? സ്വന്തം ഭൂമിയിലോ കൈവശ ഭൂമിയിലോ ചന്ദനത്തടികൾ വെച്ചു പിടിപ്പിക്കുന്നതിന് വനം വകുപ്പിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല. നമ്പർ 1. ആർക്കും സ്വന്തം സ്ഥലത്ത് ചന്ദനമരം വളർത്താം. 2024 സംസ്ഥാന സർക്കാർ ഒരു ഭേദഗതിയിലൂടെ ചന്ദനമര കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം എടുത്തു. അതിനുവേണ്ടി ഒരു നിയമ ഭേദഗതി തന്നെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. ഇനി അങ്ങനെ വളർത്തുന്ന ചന്ദനമരം വിൽക്കുന്നതിനുള്ള രീതി എന്താണ്?
ചന്ദനമരം നമ്മുടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അത് വെട്ടുന്നതിന് മുമ്പ് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ അനുമതി വേണം, മുൻകൂർ അനുമതി വാങ്ങണം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മരത്തിന്റെ കാതലും തൂക്കവും തിട്ടപ്പെടുത്തി സർക്കാർ ഡിപ്പോയിലേക്ക് ഈ മുറിച്ച മരം മാറ്റും. വനം വകുപ്പ് അത് ലേലം ചെയ്ത് ഉടമയ്ക്ക് 3 മാസത്തിനകം പണം നൽകണം. ആവർത്തിക്കുന്നു, 3 മാസത്തിനകം പണം നൽകണം. ഇനി നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം അനുമതി വാങ്ങി മുറിച്ച് മാറ്റുന്നതല്ലാതെയുള്ള ചില കേസുകളുണ്ട്. മരം താനെ വീണാൽ അല്ലെങ്കിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരമായതുകൊണ്ട് അടിയന്തരമായി മുറിക്കേണ്ടി വന്നാൽ വനം വകുപ്പിന്റെ റിവോൾവിംഗ് ഫണ്ടിൽ നിന്ന് 50% തുക മുൻകൂർ ഈ മരത്തിന്റെ ഉടമയ്ക്ക് നൽകി വനം വകുപ്പിന് അത് ഏറ്റെടുക്കാനും പ്രൊവിഷനുണ്ട്. ഇവിടെ വീണ മരം സർവ്വ നടപടിയും പാലിച്ച് വനം വകുപ്പിനോട് അഭ്യർത്ഥിച്ച് വനം വകുപ്പ് എടുത്തു കൊണ്ടുപോയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. എല്ലാ രേഖകളും വനം വകുപ്പ് ആവശ്യപ്പെട്ട പ്രകാരം സമർപ്പിച്ചിട്ട് 6 മാസവും പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷവും ആ കർഷകനെ നെട്ടോട്ടം ഓടിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വില വരുന്ന ഈ കർഷകന്റെ വസതിയിൽ സ്വന്തം ഭൂമിയിൽ നിന്ന് ആ കർഷകൻ അവകാശപ്പെട്ട മുതൽ 1 വർഷമായി വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. അതിന്റെ പലിശ കാശ് കണക്ക് കൂട്ടി നോക്കുക, എത്ര രൂപയുടെ നഷ്ടം ആ മനുഷ്യനുണ്ടെന്നുള്ളത്. നീതി കിട്ടാതെ വന്നപ്പോഴാണ് അയാൾ ജീവനെടുക്കാൻ ശ്രമിച്ചത്. ആത്മഹത്യ അല്ല പരിഹാരം. ഞാൻ ഈ പറഞ്ഞതാണ് നിയമം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിയമപരമായ പരിഹാരം തേടുക. ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉദാസീനതയോ അനാസ്ഥയോ നടപടിക്രമങ്ങളിലെ കാലതാമസം മാത്രമാണ്. ശബ്ദിക്കാൻ കഴിയാത്ത ഒരു ചെറുകിട കർഷകനായതുകൊണ്ടായിരിക്കാം ബെന്നിക്ക് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതിന് അടിയന്തരമായി പരിഹാരം തേടേണ്ടതാണ്. എല്ലാ നിയമപരമായ സാധ്യതകളും അദ്ദേഹത്തിന് അനുകൂലമാണ്.